എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അറിവ് എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു അറിവാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് എനിക്ക് ശരിക്കും ആയ ഒരു കാര്യം. അതിലെനിക്ക് എളിമോണ്ട് പറയണമെന്നല്ല, ആ അറിവിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഇനി കൂടുതൽ പഠിക്കാനുള്ളൊരു ആഗ്രഹവും ഒക്കെ എനിക്കുണ്ടായി. പിന്നെ ചേട്ടൻ പറഞ്ഞിട്ടാണ് വന്നത്, നിങ്ങളെങ്ങനെയായാലും ഈ ധ്യാനത്തിന് സംബന്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും കുറേ പുതിയ കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പുതിയ കാര്യങ്ങൾ അറിയാനുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കേട്ടതൊക്കെ പുതിയതായിട്ട് എനിക്ക് തോന്നിയത്. വിശുദ്ധീകരണ ധ്യാനത്തിൻ്റെ കാസറ്റുകൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പ്ലേ ചെയ്ത് കേട്ടിട്ടുണ്ട്. അന്ന് ചേട്ടൻ പറഞ്ഞിരുന്നത് ടാങ്കിലെ വെള്ളം എന്നാണ് പറഞ്ഞിരുന്നത്, കൃപേനെ. അത് അതിൻ്റെ പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും നാൾ ഈ ബ്ലോക്ക് കുത്തിക്കളയണ ഒരു പ്രോസസ്സിലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഡാമിൽ നിന്ന് തുറന്നു വിട്ടാൽ പിന്നെ അതിന് ഒരു ബ്ലോക്കും ഇല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമായ ഒരു കാര്യം. ഈശോയുടെ അടുത്ത് ഇരുന്നാൽ മതി, നമ്മുടെ ജീവിതം പ്രാർത്ഥിക്കുന്ന ഈശോയുടെ അടുത്തും പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി. നമ്മുടെ ജീവിതം മുഴുവൻ എല്ലാ കാര്യവും വളരെ ഈസിയാക്കി തന്നു ഈ ധ്യാനത്തിൽ കൂടെ. പിന്നെ കുറേ വാക്കുകളുടെ ബൈബിളിലെ കുറേ വാക്കുകളും കുറേ വചനങ്ങളും, അത് എല്ലാം പറയാൻ പറ്റില്ല. വിസ്മയാവഹം, സജീവം, പിന്നെ ചെന്നാക്കളുടെ ഇടയിലേക്ക് വിടുന്ന കുഞ്ഞാടിലെ സിംഹം, മണവാട്ടി, മണവാളൻ, മനുഷ്യർക്ക് അസാധ്യം, അത് നിത്യജീവനാണെന്നുള്ളതും, പിന്നെ പുതിയതും പഴയതുമായ വീഞ്ഞ്, പിന്നെ കത്തോലിക്ക സഭയുടെ ശക്തി കൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് ഡെമോൺസ്ട്രേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരിക്കലും മനസ്സിൽ നിന്ന് മറഞ്ഞു പോവില്ല. പിന്നെ ഇന്ന് പറഞ്ഞ നൊവേന എന്നാണോ ഇന്നലെയാണോ ഞാൻ ഓർക്കണില്ല, നൊവേന, അതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. ശരിക്കും 9 പ്രാവശ്യം കരഞ്ഞു എന്നുള്ളതൊക്കെ ശരിക്കും ബോധ്യമായ കാര്യങ്ങളൊക്കെ. ചെറിയ കാര്യങ്ങളാണെങ്കിലും മനസ്സിൽ എന്നും തങ്ങി നിൽക്കും അതൊക്കെ. പിന്നെ അവർ ക്യാപിറ്റൽ ഈസ് അവർ ഫെയ്ത്ത്. പിന്നെ കരുണക്കൊന്തയുടെ അർത്ഥം, ജപമാലയുടെ അർത്ഥം, അതൊക്കെ ശരിക്കും മനസ്സിലായത് ഇപ്പോഴാണ്. ഇനിയിപ്പോൾ ഒക്കെ കൂടുതൽ വിശ്വാസത്തോടുകൂടെ ചെല്ലാൻ വിശുദ്ധ ബലിയിലുള്ള പുതിയ ബോധ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാൻ പറ്റി. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുകയാണ്. ചേട്ടന് പ്രത്യേകം നന്ദി പറയണം. ഈ ധ്യാനത്തിന് ഞങ്ങൾ ക്ഷണിച്ചതിനും ഞങ്ങൾക്ക് കൂടാൻ ദൈവം അനുവദിച്ചതിനും ദൈവത്തിന് നന്ദി പറയുന്നു.